കേന്ദ്ര ബജറ്റും സംസ്ഥാന ബജറ്റും അടുത്തിരിക്കുന്ന ഈ സമയത്ത് യൂറോപ്യൻ യൂണിയനുമായിട്ട് ഇന്ത്യ വലിയൊരു വ്യാപാര കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുക എന്ന് നമ്മളോടൊപ്പം ഉള്ളത് KP സേതുനാഥാണ്. സാർ പറഞ്ഞ പോലെ മദർ ഓഫ് ഓൾ ഡീൽസ് എന്നറിയപ്പെടുന്ന ഒരു വലിയ വ്യാപാര കരാറിലാണ് ഈ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിന് പ്രത്യേകിച്ച് ഉണ്ടാവാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി, ഇറക്കുമതി ഈ വക കാര്യങ്ങളിലൊക്കെ കേരളത്തിന് ഉണ്ടാവാൻ പോകുന്ന അഡ്വാൻറ്റേജസ് എന്തായിരിക്കും സ്പൈസസിൻ്റെയൊക്കെ കാര്യത്തിൽ? ഇന്ത്യയും യൂറോപ്യൻ യൂണിയനായിട്ട് ഏതാണ്ട് 19 വർഷമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പോയിൻ്റാണ് FTA എന്ന് പറയുന്നത്, സ്വതന്ത്ര വ്യാപാര എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. FTA, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്. അപ്പോൾ അതാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ FTAകൾ വരുമ്പോഴത്തേക്ക് രണ്ട് രീതിയിലുള്ള ഇമ്പാക്റ്റുകളുണ്ടാവും. ഒന്ന്, ഇപ്പോൾ രണ്ട് FTAകളിൽ വരുന്നത്, ഒന്ന് നമ്മുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യക്ക് വേണ്ട ഇന്ത്യക്കുള്ള കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്തെല്ലാമാണ്, യൂറോപ്പിനുള്ള കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എന്തെല്ലാമാണ്. അപ്പോൾ ഇത് രണ്ട് തമ്മിലുള്ള ഒരു ബാലൻസിങ് ആണ് എല്ലാ FTAകളിലും നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യ ഇതുവരെ സൈൻ ചെയ്തിട്ടുള്ള FTAകളിൽ പലതിലും നമുക്ക് ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ആസിയാൻ കരാർ എന്ന് പറയുന്ന ആസിയാൻ രാജ്യങ്ങളുമായിട്ടുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാറ് കേരളത്തിനെ പോലുള്ളൊരു സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. ഇപ്പോൾ റബ്ബറിൻ്റെ ഇറക്കുമതി മുതൽ പാം ഓയിലിൻ്റെ ഇറക്കുമതി, അങ്ങനെ കേരളത്തിൻ്റെ കാർഷികോൽപ്പന്നങ്ങൾക്ക് വളരെ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളാണ് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായത്. പക്ഷേ ഈ FTA സംബന്ധിച്ചിടത്തോളം ആ നിലയിലുള്ള ഒരു പരാതി ഒരുപക്ഷെ ഉണ്ടാകാൻ സാധ്യതയില്ല കേരളത്തിൻ്റെ ഭാഗത്ത് നിന്ന്, അറ്റ്ലീസ്റ്റ് നമ്മൾക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ചിട്ട്. അപ്പോൾ അതിൽ നേരത്തെ ഹരി സൂചിപ്പിച്ച പോലെ ഒരു സുപ്രധാനമായ മേഖല സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയാണ്. അപ്പോൾ ഈ സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഈ ഇന്ത്യയിൽ നിന്ന് 2024-25 സാമ്പത്തിക വർഷത്തിൽ $1.1 ബില്യൺ, അതായത് 100.10 കോടി ഡോളറിൻ്റെ കയറ്റുമതിയാണ് യൂറോപ്യൻ യൂണിയനിലേക്ക് ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതി. അപ്പോൾ ഇന്ത്യൻ സമുദ്രോൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ പ്രധാനമായിട്ടും വയ്ക്കുന്നത് നമ്മുടെ ഫ്രോസൺ ഷ്രിമ്പ് എന്ന് പറയുന്നത് ചെമ്മീൻ ആണ്. അതിൻ്റെ ഒരു ഏതാണ്ട് 70-80% അതിൻ്റെ വാല്യൂ, അതിൻ്റെ മൂല്യം കിട്ടുന്നത് ഇതിനകത്തു നിന്നാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഈ ചെമ്മീൻ വരുന്നത്, അതിൻ്റെ ഉൽപ്പാദനം കേരളത്തിലല്ലെങ്കിലും അതിൻ്റെ പ്രോസസ്സിങ് നല്ലൊരു ശതമാനവും നടക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് കൊച്ചി, നമ്മുടെ അരൂർ, ആ ബെൽറ്റിലുള്ള സീ ഫുഡ് ഫാക്ടറീസാണ് ഇതിൻ്റെ പ്രോസസ്സിങ് നടത്തുന്നത്. അപ്പോൾ ആ നിലയിൽ കേരളത്തിന് പിന്നെ മിക്കവാറും ഇത് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് ഇത് ഷിപ്പ് ചെയ്യുന്നത് കൊച്ചിൻ പോർട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പം വിഴിഞ്ഞം പോർട്ടോ, അവിടെ അങ്ങനെ ആയിരിക്കും അത് ഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ കേരളത്തിൻ്റെ ഒരു എക്സ്പോർട്ട് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇതായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ സമുദ്രോൽപ്പന്നങ്ങൾക്ക് 4% മുതൽ 7% വരെ ഡ്യൂട്ടി ഓരോ ഉൽപ്പന്നങ്ങളനുസരിച്ചിട്ട് യൂറോപ്യൻ യൂണിയൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ആ ഡ്യൂട്ടി എല്ലാം തന്നെ സീറോ ആവുകയാണ്. അപ്പോൾ സീറോ ആകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജ് ഈ പറയുന്ന നമ്മുടെ കയറ്റുമതി മേഖലയ്ക്ക് ലഭിക്കുന്നതാണ്. പിന്നെ മാത്രമല്ല, നമ്മളെപ്പോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരം ഈ ഉൽപ്പന്ന മേഖലയിൽ, സമുദ്രോൽപ്പന്ന മേഖലയിൽ ഒരു പക്ഷേ ഇന്ത്യയായിട്ടെല്ലാം ഇന്ത്യയെക്കാളെല്ലാം കമ്പീറ്റ് ചെയ്ത് നിൽക്കുന്ന രാജ്യമാണ് വിയറ്റ്നാം. എനിക്ക് തോന്നുന്നു യൂറോപ്യൻ യൂണിയനുമായിട്ട് നേരത്തെ തന്നെ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ 0% അല്ലെങ്കിൽ ഡ്യൂട്ടി ഇല്ലാതെ ഇത്തരം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഏതാണ്ട് സമാനമായ അവസരം ഇന്ത്യക്കും കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കയറ്റുമതിക്കാർക്ക് കൂടുതൽ കോമ്പീറ്റൻസോട് കൂടിയിട്ട് യൂറോപ്യൻ മാർക്കറ്റിൽ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളത്. അതിൽ വേറൊരു സിഗ്നിഫിക്കൻ്റായ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കയറ്റുമതി, പ്രത്യേകിച്ച് ചെമ്മീൻ കയറ്റുമതി മേഖല ഒരു ക്രൈസിസ് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. കാരണം അമേരിക്ക നമ്മുടെ കയറ്റുമതിക്ക് 25% അഡീഷണൽ ഡ്യൂട്ടി അടിച്ചതോടുകൂടി 50% ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇന്ത്യയിൽ നല്ലൊരു ശതമാനം, ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുടെ ഒന്നാമത്തെ രാജ്യം അമേരിക്കയാണ്. അമേരിക്ക കഴിഞ്ഞാണ് EU, പിന്നെ ചൈന, ജപ്പാൻ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു പോക്ക്. അപ്പം ഏറ്റവും വലിയ മാർക്കറ്റായ അമേരിക്കയിൽ ഈ 50% ഡ്യൂട്ടി വന്നതോടുകൂടിയിട്ട് നമ്മുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കാർ വലിയൊരു ദുരിത കാലത്തിലൂടെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ നിലയിൽ വളരെ ആശ്വാസമാണ് ഇപ്പോൾ ഈ കിട്ടിയ FTA. എനിക്ക് തോന്നുന്നു ഇതേ ഒരു അഡ്വാൻറ്റേജ് സ്പൈസസിൻ്റെ കാര്യത്തിൽ, നമ്മുടെ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് സ്പൈസസ്, മൂല്യവർദ്ധിത സ്പൈസസ് ഉൽപ്പന്നങ്ങൾ ഒരുപാട് കയറ്റുമതി ചെയ്യുന്നു. അതിൻ്റെ ഒരു പ്രധാന പ്രൊഡക്ഷൻ കേന്ദ്രമാണ് കേരളം. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒലിയോ റെസിൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വളരെ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒലിയോ റെസിൻ ഉൽപ്പാദന കമ്പനിയാണ് നമ്മുടെ സിന്തൈറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ അത്തരം സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയൊരു മാർക്കറ്റ് അവർക്ക് തുറന്നു കിട്ടുന്നതിൻ്റെ ഒരു സംഭവമാണ്. അവരുടെ ഡ്യൂട്ടിയുടെ സ്ട്രക്ചർ എത്രയാണെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നമുക്കിപ്പോഴും എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് ഓരോന്നിനെയും ഓരോ ഉൽപ്പന്നങ്ങളെയും നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഏതാണ് അഡ്വാൻറ്റേജ് ഏതാണ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടാകുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഒറ്റ നോട്ടത്തിൽ കേരളത്തിന് ഗുണകരമായിട്ടുള്ള ഒരു സംഭവവികാസമാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാർ. സർ, ഇപ്പോൾ ഈ ഒരു കരാർ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ റിയാക്ഷൻ എങ്ങനെയാണ്? അമേരിക്ക മിക്കവാറും ഇന്ത്യക്ക് ഇത്രയും നല്ലൊരു ഡീല് കിട്ടിയതിൽ ഹാപ്പി ആയിരിക്കാൻ സാധ്യതയില്ലല്ലോ. അപ്പോൾ അവിടെ നിന്നുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്നാണ് സാറ് കരുതുന്നത്? അമേരിക്കയുടെ വാണിജ്യ പ്രതിനിധി ജാംസൺ ഗ്രീറിൻ്റെ ആദ്യത്തെ പ്രതികരണം വന്നത് ഇന്ത്യക്കാർക്ക് വലിയ ഗുണകരമായ ഒരു സംഭവമാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇന്ത്യക്ക് വളരെ നല്ല ഡീലാണ് കിട്ടിയത് എന്നുള്ളൊരു ഇതിൽ എന്ന് അദ്ദേഹം യൂറോപ്യൻ യൂണിയന് ഏതാണ്ട് ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. കാരണം യൂറോപ്യൻ യൂണിയൻ എന്തിനാണ് ഇത്രയധികം കൺസെഷൻസ് ഇത്രയധികം ഇത് ഇങ്ങോട്ട് കൊടുത്തതെന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ വന്ന വേറൊരു പരാമർശം ഇതാണ്, അതായത് ഗ്ലോബലൈസേഷൻ്റെ ചില ദൂഷ്യഫലങ്ങൾ അമേരിക്കയ്ക്ക് പോലെ അല്ലെങ്കിൽ അമേരിക്കയ്ക്കും യൂറോപ്യൻ യൂണിയനെയും പോലെയുള്ള രാജ്യങ്ങൾക്ക് പ്രദേശങ്ങൾക്ക് സംഭവിക്കുന്ന ദൂഷ്യഫലങ്ങൾ കുറയ്ക്കാനായിട്ട് ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആണ് യൂറോപ്യൻ യൂണിയൻ കൂടുതൽ ഗ്ലോബലൈസേഷൻ എന്നുള്ളൊരു നിലയിലേക്ക് പോകുന്നു എന്നുള്ളൊരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. മറ്റൊരു പരാമർശം അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയത് ഇന്ത്യക്കാരായുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള തൊഴിലാളികൾക്ക് യൂറോപ്പിലേക്ക് കൂടുതൽ ആക്സസ് അല്ലെങ്കിൽ പ്രവേശനത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളത്. അതിലും എന്തോ ഒരു ദുസൂചനയുള്ളതുപോലെയുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് അമേരിക്കയായിട്ടുള്ള നമ്മുടെ വാണിജ്യ നെഗോസിയേഷൻ, അമേരിക്കയായിട്ടുള്ള ഇതുപോലുള്ള FTA ഇപ്പോഴും എങ്ങും എത്താതെ നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യക്ക് ഈ നിലയിലുള്ള ഒരു FTA യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ സൈൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഏതാണ്ട് സമാനമായ ഒരു കരാറ് കാനഡയുമായിട്ട് നമ്മൾ നെഗോഷിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ഒരു ട്രേഡ് നെഗോസിയേഷനിൽ ഒരു പക്ഷേ ഇന്ത്യക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു വളരെ ഫേമായിട്ടുള്ള ഉറച്ച ചില നിലപാടുകൾ എടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ട്രേഡിൻ്റെ കാര്യത്തിൽ ട്രേഡ് നെഗോസിയേഷനിൽ ട്രേഡ് അല്ലല്ലോ അതിൻ്റെ കാര്യം, അതിൻ്റെ രാഷ്ട്രീയമാണ് അതിൻ്റെ കാര്യം. ഇപ്പം ട്രംപിനെ പോലുള്ളൊരു കക്ഷി എന്താണ് പറയണത് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഈ കാര്യങ്ങൾ പോകത്തില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അപ്പം നോർമലായിട്ടുള്ള ഒരു ട്രേഡ് നെഗോസിയേഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം അല്ല അമേരിക്ക ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് നെഗോസിയേഷനിൽ നടക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ വേറൊരു നിലയിൽ തന്നെ കാണേണ്ടി വരും. അത് ജിയോ പൊളിറ്റിക്സുമായിട്ടും പിന്നെ ട്രംപ് എന്ന് പറയുന്ന വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളായിട്ടും അങ്ങനെ പലതുമായിട്ടും കെട്ടുപണഞ്ഞ് കിടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഇതുമായിട്ട് ഒരു 1-to-1 കമ്പാരിസൺ സാധ്യമല്ല. സാർ, ഇപ്പോൾ ഈ ഒരു കരാറിൻ്റെ ഭാഗമായിട്ട് ഗുണം ചെയ്തേക്കാവുന്ന അല്ലെങ്കിൽ ഭയങ്കര ഡിസ്കഷൻ നടക്കുന്ന 2 മേഖലകൾ എന്ന് പറഞ്ഞാൽ കാറുകളും മദ്യമാണ്. ഇപ്പോൾ വിദേശ മദ്യത്തിനൊക്കെ ഉണ്ടായിരുന്നുള്ള ടാക്സൊക്കെ ടാരിഫൊക്കെ കുറയുകയാണ്. ഇപ്പോൾ കൂടുതൽ വിദേശ മദ്യം ഇവിടേക്ക് വരും, അതിൻ്റെ വിലയും ഇവിടെ കുറയും. കാറുകളുടെ കാര്യത്തിൽ സമാനമായിട്ടുള്ളൊരു വിലയിരുത്തലാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളുടെ വിലയിരുത്തൽ എങ്ങനെയാണ് സാർ? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏത് വാണിജ്യ നെഗോസിയേഷനിലും ഒരു ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടാവും. നമ്മുടെ മാർക്കറ്റ് കുറച്ച് ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ വിപണി നമ്മൾ തുറന്നു കൊടുക്കും, അവർ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കായിട്ട് ഏതെല്ലാം മാർക്കറ്റുകൾ തുറന്നു കൊടുക്കും എന്നുള്ള അതാണ് ഒരു ട്രേഡ് നെഗോസിയേഷൻ്റെ ഒരു കാതൽ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പറയുന്ന ഈ കാറുകളുടെ മദ്യം, വൈന്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡ്യൂട്ടി കുറയ്ക്കുന്നു എന്ന് പറയുന്നത് എസ്പെഷ്യലി പോപ്പുലർ ഇതിനകത്ത് പ്രധാനമായിട്ടും വന്നിട്ടുള്ള ഇതാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള കാറുകളാണ് ഇവിടെ വരാൻ പോകുന്നത്? ഇപ്പം കാറുകളുടെ ഡ്യൂട്ടി ഏതാണ്ട് 40% ആക്കുന്നു എന്നാണ് പറഞ്ഞത്. 40% ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും മിക്കവാറും ഇതെല്ലാം തന്നെ ഈ ഹൈ എൻഡ് മോഡൽസ് ഓഫ് കാറുകളായിരിക്കും വരുന്നത്. അതായത് ഇന്ത്യയിലെ ഒരു വലിയ സമ്പന്ന വിഭാഗം ഉപയോഗിക്കുന്ന കാറുകളും അല്ലെങ്കിൽ അവർ മേടിക്കുന്ന ആ കാറുകളും അതായിരിക്കും അതിനകത്ത് വരുന്നത്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു മാസ് മാർക്കറ്റിലുള്ളൊരു കാറുകൾ അത് ഏത് നിലയിലെങ്കിലും ഇമ്മീഡിയറ്റായിട്ട് ബാധിക്കാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. ഇനി അല്ലെങ്കിൽ അവരുടെ പ്രൈസ് വല്ലാതെ കുറച്ചിട്ട് നമുക്ക് ഈ പറയുന്ന നിലയിൽ ഒരു കമ്പീറ്റിംഗ് ഒരു പ്രൈസ് സാധനം കൊണ്ടുവരുന്നു എന്ന് പറയുന്നൊരു സംഭവം. അതുപോലെ തന്നെയാണ് ഈ വിദേശ മദ്യത്തിൻ്റെയും അല്ലെങ്കിൽ വൈനുകളുടെയൊക്കെ കാര്യം. കാരണം അവിടെ നിന്നുള്ള ഈ സാധനങ്ങളുടെ വില അല്ലെങ്കിൽ
ഓൾറെഡി ഒരു പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന സംഭവങ്ങളാണ്. ആ പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന സംഭവങ്ങൾ ഇവിടുത്തെ ഒരു വലിയ മാർക്കറ്റിനെ ബാധിക്കുന്നില്ല. ഇപ്പം തന്നെ നമുക്ക് സ്കോച്ചും വിസ്കിയും മറ്റ് സാധനങ്ങളും എല്ലാം ഇന്ത്യയിൽ ലഭ്യമാണല്ലോ. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യൻ മെയ്ഡ് വിസ്കീസാണ്. ഇപ്പം നമ്മുടെ പല പോപ്പുലറായിട്ടുള്ള ഇതാണ്. അത്തരം മില്യൺ കേസസ് എന്ന് പറയുന്ന കണക്കിൽ വരുന്ന ആ ലെവലിൽ ഇന്ത്യൻ മദ്യ കമ്പനികൾ ഉണ്ടാക്കുന്ന മദ്യം തന്നെയാണ് ഉള്ളത്. അതിപ്പോൾ ഇന്ത്യൻ മദ്യ കമ്പനികളെന്ന് പറയാനും ഇല്ല, കാരണം അതെല്ലാം തന്നെ മൾട്ടിനാഷണലുകളായി കഴിഞ്ഞു. ഇപ്പം UB എന്നെല്ലാം പറയുന്ന ഗ്രൂപ്പ് മറ്റേ മൾട്ടിനാഷണൽ ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ ഈ മാനുഫാക്ചറിങ്ങിനെ ഇമ്മീഡിയറ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ നമ്മുടെ തദ്ദേശീയമായൊരു ഉൽപ്പാദനത്തെ ഇമ്മീഡിയറ്റ് ആയിട്ട് ബാധിക്കുമെന്നുള്ള ഒരു ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ, ബാക്കി ഉൽപ്പന്നങ്ങൾ ഏതാണെന്നുള്ളത് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽ അനുസരിച്ചിട്ട് വരും. പക്ഷേ ഒരു ലക്ഷറി സെഗ്മെൻ്റ് ഉണ്ടല്ലോ, ആ ലക്ഷറി സെഗ്മെൻറ്റിലായിരിക്കും അത് കൂടുതലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുക. അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു മാസ് മാർക്കറ്റിനെ ബാധിക്കുന്നതാണെന്ന് തോന്നുന്നില്ല. അതല്ലെങ്കിൽ ചിലപ്പം ആ നിലയിലൊക്കെ ഈ എല്ലാ രാജ്യങ്ങളും ഒരു സാധനം ഓപ്പൺ ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് അതനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ ഇൻഡസ്ട്രീസ് ആ അഡ്വാൻറ്റേജസ് എടുക്കാനായിട്ട് അവരവരുടേതായ ഉൽപ്പന്നങ്ങളിലും സർവീസസിലും എല്ലാം തന്നെ ഓരോതരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അതെങ്ങനെ സംഭവിക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും മദ്യത്തിൻ്റെ കാര്യത്തിലെങ്കിലും കേരളത്തിലുള്ളവരെല്ലാവരും സ്കോച്ച് കൂടുതൽ വില കുറഞ്ഞ് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കണമെന്ന് തോന്നുന്നത്. കേരളത്തിലല്ല, എല്ലാ ഇടത്തും ഇന്ത്യയിലും.